ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അഞ്ജലി ശ്യാമിനോട് പറയുകയാണ്, എല്ലാം പോട്ടെ, എല്ലാം മറന്നേക്ക്, എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ വെച്ചേട്ടലൊക്കെ കുഞ്ഞിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. ഇതൊരു കല്യാണ വീടാ, എന്നെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ സമയം രാമേട്ടൻ വന്നിട്ട് മുത്തശ്ശി വിളിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അഞ്ജലി പറയുകയാണ്, ദേ ശ്യാമേട്ട, വെറുതെ മരവിച്ച് നിൽക്കാതെ, എനിക്കൊരു കുഴപ്പമില്ല, ടെൻഷൻ അടിക്കല്ലേ, ഗസ്റ്റിന്റെ മുമ്പിൽ നല്ല സന്തോഷിച്ച് നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുന്നു. ആകെ ദേഷിച്ച് നിൽക്കുകയാണ് ശ്യാം. ഈ സമയമാണെങ്കിൽ ശ്രുതി അശ്വിനെ അന്വേഷിച്ച് അവിടെ എല്ലാം നടക്കുന്നു. ഈ സമയം ശ്യാം ആണെങ്കിൽ വന്ന ഗസ്റ്റിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അശ്വിൻ അവിടേക്ക് വന്നിട്ട് ശ്യാമിനെ ഇങ്ങനെ ദേഷ്യം നോക്കിയിട്ട് ശ്യാം മാധവ് എന്ന് വിളിക്കുന്നു. ശ്യാം തിരിഞ്ഞു നോക്കിയിട്ട്, ആ അളിയനോ, എന്താ അളിയെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ വന്ന് ശ്യാമിൻ്റെ കൈ പിടിച്ചിട്ട് പറയാം, എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഒരു റൂമിലിട്ട് കഥ കടയ്ക്കുന്നു. മതി, നിർത്തിക്കോ, നിങ്ങളുടെ അഭിനയമല്ല എനിക്ക് മനസ്സിലായി, എല്ലാ കള്ളകളിയും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങളെയും ആ ശ്രുതിയെയും ബാൽക്കണിയിൽ വെച്ച് ഞാൻ കണ്ടു. നിങ്ങൾ അവിടെ സംസാരിച്ച കാര്യങ്ങളും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രുതിയും ചേർന്ന് എന്നെ എൻ്റെ ചേച്ചിയും ചതിക്കുമായിരുന്നല്ലേ? ഇത് കേൾക്കുമ്പോൾ ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, ഓഹോ, അപ്പോൾ ഞാനും ശ്രുതിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് ഇവൻ വിചാരിച്ചിരിക്കുന്നത് അല്ലേ? ഇനി ആ ധാരണ ഞാൻ തിരുത്താനൊന്നും പോകുന്നില്ല. എന്നിട്ട് അശ്വിനോട് പറയുകയാണ്, അളിയ പിന്നെ ഞങ്ങള് അപ്പോൾ അശ്വിൻ പറയുകയാണ്, നിങ്ങളുടെ ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട, ഞാൻ എല്ലാം ഇന്നലെ വ്യക്തമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തതാ. ഇനി നിങ്ങൾക്ക് എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശ്യാം പെട്ടെന്ന് പറയുകയാണ്, അളിയ അത് പിന്നെ എല്ലാം കണ്ടും കേട്ടത് സ്ഥിതിക്ക് ഞാൻ സത്യം പറയാം, ഞാനും ശ്രുതിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അതിനിപ്പോൾ ബാധ്യതയായിട്ട് നിൽക്കുന്നത് നിന്റെ ചേച്ചി അഞ്ജലി മാത്രമാണ്. ഇത് കേട്ട ദേഷ്യം വന്ന അശ്വിനാണെങ്കിൽ ശ്യാമിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്, ഇതുപോലൊരു നീചനെ ദൈവത്തിന് തുല്യം ആരാധിക്കുന്ന എന്റെ ചേച്ചിയെ ചതിക്കുമായിരുന്നല്ലോ താൻ അല്ലേ? ശ്യാമാണെങ്കിൽ ചതിച്ചെന്നോ? ഞാൻ എങ്ങനെ ചതിക്കും? ശ്രുതിയെ സ്നേഹിക്കുന്നത് അഞ്ജലിയെ ചതിക്കുന്നതാണോ? അളിയൻ കേട്ടിട്ടില്ലേ, സ്നേഹം അത് ചതിയല്ല, സ്നേഹം ദൈവമാവുന്നു, ദൈവം സ്നേഹവും. പിന്നെ എങ്ങനെയാ ചതി ഉണ്ടാവുന്നത് അവിടെ? അളിയൻ പറഞ്ഞില്ലേ അഞ്ജലി എന്നെ ദൈവതുല്യമായിട്ട് സ്നേഹിക്കുന്നത്, ഞാനും അവളെ അതേപോലെ തന്നെയാ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഷർട്ട് ചുളുക്കാതെ മര്യാദയ്ക്ക് കൈയെടുക്ക്. എന്നിട്ട് അശ്വിനോട് പറയുകയാണ്, ഒരാണും പെണ്ണും പരസ്പരം സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല, അത് ഒരു ചതിയുമില്ല. പിന്നെ ഒരേ ഒരു പ്രശ്നം, നിന്റെ ചേച്ചി അഞ്ജലി എൻ്റെ ഭാര്യയായി പോയി, അത് അവളുടെ ഭാഗ്യദോഷം. ഇത് കേട്ടിട്ട് അശ്വിൻ പറയുകയാണ്, എൻ്റെ ആ നീചമായ നാക്കുകൊണ്ട് എൻ്റെ അഞ്ജലി ചേച്ചിയുടെ പേര് പോലും ഉച്ചരിച്ചു പോകരുത്. അപ്പോൾ ശ്യാം ചോദിക്കുക, ഇല്ല ഉച്ചരിക്കുന്നില്ല. പിന്നെ അളിയൻ എന്താ വേണ്ടത്? അപ്പോൾ അശ്വിൻ പറയുകയാണ്, നിന്റെ എല്ലാ കള്ളക്കളിയും ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ചേച്ചിയോട് പറയാൻ പോവാ. ഇത് കേൾക്കുമ്പോൾ ശ്യാം ചോദിക്കുക, അയ്യോ അങ്ങനൊന്നും ചെയ്യരുതേ, അളിയൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം അഞ്ജലി വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അളിയൻ എന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നു നിന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും അവൾ അവളുടെ ഭർത്താവിനെ സംശയിക്കാൻ പോകുന്നില്ല. അവൾ നിങ്ങളെ സംശയിക്കൂ, ഒരിക്കലും ഈ ഭർത്താവിനെ സംശയിക്കാൻ പോകുന്നില്ല. എന്താ സംശയമുണ്ടോ? എങ്കിൽ വാ, ഞാനും കൂടെ വരാം, നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു നോക്ക് എന്നിങ്ങനെ ശ്യാം പറയുന്നു. ഈ സമയമാണെങ്കിൽ ശ്രുതി പെട്ടെന്ന് ഒരു കഥയുടെ അടുത്ത് വന്നിട്ട് മനോരമ ആൻറ്റി എന്ന് വിളിച്ചിട്ട് കഥക്ക് പെട്ടെന്ന് തുറക്കുന്നു. ഈ സമയം അശ്വിനും ശ്യാമും ആണെങ്കിൽ കഥയുടെ അടുത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് രാമേട്ടൻ വന്ന് കഥക് തുറന്നിട്ട് പറയുകയാണ്, നിങ്ങളെ രണ്ടുപേരെയും മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രാമേട്ടനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ ശ്യാം ചോദിക്കുകയാണ്, എന്താ അളിയ പോകുന്നില്ലേ? നമുക്ക് രണ്ടുപേർക്ക് കൂടി ചെന്നിട്ട് അഞ്ജലിയോട് സംസാരിക്കാം. അളിയൻ പറയുന്ന കാര്യം അവൾ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വാളിയ, അല്ലെങ്കിൽ നമുക്ക് ബെറ്റ് വെച്ചാലോ? ഒരു 500 രൂപ. അയ്യോ, അശ്വിൻ സായിറാം ബെറ്റ് വെക്കുമ്പോൾ 5 ലക്ഷം അല്ലേ? 5 ലക്ഷത്തിന് ബെറ്റ് വെച്ചാലോ? ഞാൻ പറയുന്നു, എൻ്റെ ഭാര്യ ഒരിക്കലും ഇതൊന്നും വിശ്വസിക്കാനേ പോകുന്നില്ല. അശ്വിനെ വെല്ലുവിളിച്ചിട്ട് ശ്യാം അവിടെ നിന്ന് പോകുന്നു. ആകെ തകർന്നു നിൽക്കുകയാണ് അശ്വിൻ. അടുത്തതായിട്ട് കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ പൂജയുടെ കാര്യങ്ങൾ പ്രീതിയുടെ അമ്മയും അമ്മയായിട്ട് സംസാരിക്കുന്നു. ഈ സമയം അഞ്ജലി അവിടേക്ക് വന്നിട്ട് പൂജയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ സമയം അഞ്ജലിക്ക് ഒരു കോള് വരുന്നു, ക്ലിനിക്കിൽ നിന്ന് വിളിച്ചിട്ട് റിസൾട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കാം, എന്ത് റിസൾട്ടിൻ്റെ കാര്യമാണ് ഇതിന് പറയുന്നത്? അപ്പോൾ അഞ്ജലി പറയാം, അത് പിന്നെ ഞാൻ റെഗുലർ ചെക്കപ്പിന് വേണ്ടിയിട്ട് 2 ദിവസം മുമ്പ് ബ്ലഡ് കൊടുത്തിരുന്നു, അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതെന്തായാലും മോളെ നന്നായി, ഈ തിരക്കിനിടയിൽ നീ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അടുത്തതായിട്ട് കാണിക്കുന്നത് പ്രീതിയുടെ മുറിയിലേക്ക് എനിക്ക് വന്നിട്ട്, ഇന്ന് നിങ്ങളുടെ വാലന്റൈൻസ് ഡേ അല്ലേ, അതിനുള്ള വിഷസൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ പ്രീതി ചോദിക്കുക, വാലന്റൈൻസ് ഡേ ആണോ ഇന്ന്? അല്ല, അത് നിങ്ങളുടെ പ്രേമിക്കുന്ന ദിവസം, അതായത് നിങ്ങളുടെ കപ്പിൾ ഡേ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞതെന്ന് എനിക്ക് പറയുമ്പോൾ പ്രീതിക്ക് സന്തോഷമാവുന്നു. എന്നിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് പ്രീതിക്ക് കൊടുക്കുന്നു. തുറന്നു നോക്ക്, ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ പ്രീതിയെ തുറന്നു നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടമായെന്ന് പറയുന്നു. ഈ സമയം ആകാശാണെങ്കിൽ എൻകെയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട്, എന്താ അവിടെ എത്തിയത് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാഞ്ഞത്?
എനിക്ക് പോയി പ്രീതിക്ക് വേണ്ടി ഒരു ഗ്രീൻ ടീ എടുത്തിട്ട് വാ, അവൾ നല്ല ടയേർഡായിരിക്കും. ഓ അപ്പോൾ എനിക്ക് പറയുകയാണോ എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേരും സംസാരിക്കാനാണല്ലേ ഞാൻ ഫോൺ കൊടുത്തിട്ട് ഗ്രീൻ ടീ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പ്രീതി പറയുകയാണ്, അല്ല എന്തിനാ വിളിച്ചത് ആകാശ്? അല്ല ഇന്ന് നമ്മുടെ വാലന്റൈൻ ഡേ അല്ലേ? അപ്പോൾ പ്രീതി പറയുകയാണ്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല. ആകാശ് പറയും, എനിക്കും ഇല്ല. പിന്നെ എനിക്ക് ബ്രോ പറഞ്ഞപ്പോൾ എനിക്കും ഒരു സന്തോഷം. എനിക്ക് പ്രീതിയെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ജീവന് തുല്യം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആകാശ് പറയും, എന്താ ഒന്നും മിണ്ടാത്തത്? ഓ എനിക്ക് ബ്രോ വന്നാണല്ലേ, ശരി ഫോൺ വെക്കുവാണെന്ന് പറയുമ്പോൾ പ്രീതി പറയാം, അല്ല വെക്കല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ എന്താണെന്ന് ആകാശ് ചോദിക്കുമ്പോൾ പ്രീതി പറയാം, അത് പിന്നെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, എന്നെ ജീവൻ തുല്യമല്ല ജീവനേക്കാൾ ഏറെ ഇഷ്ടമാണ്. എനിക്ക് ബ്രോ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രീതി ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് ചോദിക്കുക, എന്താ രണ്ടുപേരോട് സംസാരിച്ച പേഴ്സണൽ മാറ്റർ ആണല്ലേ, എങ്കിൽ പിന്നെ ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ടീ കൊടുത്തിട്ട് എനിക്ക് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അമ്മയാണെങ്കിൽ ശ്രുതി അന്വേഷിച്ച് നടക്കുക, ഇവളിത് എവിടെ പോയി കിടക്കുക? ഈ സമയം ശ്രുതിയോടേക്ക് വന്നിട്ട് ഞാൻ തീപ്പെട്ടി എടുക്കാൻ പോയതാ. അപ്പോൾ അമ്മായി പറയാണ്, നീ പൂജയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ, പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പ്രീതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. എല്ലാവരും കല്യാണ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് ശ്രുതി വന്ന് എനിക്കോട് ചോദിക്കുകയാണ്, ഇന്ന് അശ്വിൻ സാറിനെ കണ്ടിരുന്നോ? അപ്പോൾ എനിക്ക് പറയുകയാണ്, കണ്ടിരുന്നല്ലോ. ബ്രോ ആണെങ്കിൽ കല്യാണ തിരക്കിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമല്ലേ, ശ്രുതി ഇപ്പോൾ കണ്ടോ എന്നാ ചോദിച്ചത്. അപ്പോൾ എനിക്ക് പറയാം, ഇപ്പം ഞാൻ അശ്വിൻ ബ്രോയെ കാണുന്നില്ല, വേറൊരാളെ കാണുന്നുണ്ട്, ശ്രുതികുമാരി. ഈ സമയം അമ്മ വന്ന് ശ്രുതി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് അച്ഛനെ ഫംഗ്ഷൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുന്നു. അങ്ങനെ ശ്രുതി അച്ഛനുമായിട്ട് ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലേക്ക് ചെന്നിട്ട് അച്ഛനെ അവിടെ ഇരുത്തിയിട്ട്, അച്ഛ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അശ്വിനെ കാണുന്നു. പെട്ടെന്ന് ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അശ്വിനാണെങ്കിൽ ദേഷ്യം കൊണ്ട് ദേഷിച്ചിങ്ങനെ ശ്രുതിയെ നോക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ സന്തോഷത്തോടെ എന്തായിരിക്കും അശ്വിൻ സാറിന് പറയാനുള്ളതെന്ന് കേൾക്കാനായിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്